ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് മിത്താണ് നോക്കാൻ പോണേ. നമുക്കപ്പോൾ ആദ്യത്തെ മിത്ത് നോക്കാം. ബ്രോ ആദ്യം ഒരു ബോയ് സ്പോൺ ചെയ്, പിന്നെ ആർജിസിൽ പോയി NPCD അടിക്കുക, എന്നിട്ട് ഒരു ബൈക്ക് സ്പോൺ ചെയ്യോ, എന്നിട്ട് ബോയിനെ ബൈക്കിലിരുത്തു, എന്നിട്ട് ബൈക്ക് ഫ്രണ്ടിൽ മൂവ് ചെയ്യോ, അപ്പോൾ ഒരു മാജിക് കാണാം. ഓക്കെ, എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമുക്കപ്പോൾ ആ മിത്ത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ ആദ്യമേ ഒരു ബോയിനെ സ്പോൺ ചെയ്യാം. ആർജസ്റ്റുള്ളിൽ ബോയിന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇനി ആർജസ്റ്റുള്ളിൽ NPCD എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം NPC ഡാൻസ് കളിക്കും. അവൻ്റെ മേത്ത് വെടിയേക്കണം, അപ്പോഴാണ് ഡാൻസ് കളിക്കുള്ളൂ. ഓക്കെ, അവനിപ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൈക്ക് സ്പോൺ ചെയ്യാം. 400 അടിച്ചിട്ടുണ്ട്, അന്നേരം നിഞ്ച സ്പോണായി. ഇനി ആ NPCനെ ബൈക്കിലിരുത്തണം, അന്നേരം ഒരു മാജിക്ക് സംഭവിക്കുന്ന പറയണേ. നമുക്കപ്പോൾ അവനെ ബൈക്കിലിരുത്താം. ഒരു മിനിറ്റ്, ഇതെന്തത് ഗൈസ്? ഇത് നോക്കിയേ, അയാള് എയറിലായിരിക്കണേ. അത് ശരി, ഇത് കൊള്ളാണ്ടാ, നൈസായിണ്ട്, ഒരു വെറൈറ്റി മിത്താ. ആള് പക്ഷെ അവിടെ തന്നെ ഇരിക്കുക, എൻ്റെ കൂടെ വരുന്നില്ല, അതവിടെ എയറിൽ സ്റ്റക്കായി. എന്നിട്ടായാലും വെറൈറ്റി മിത്താ. ഈ മിത്ത് വർക്കിംഗ് ആണ്. നമ്മൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയാളും ബൈക്കിൽ നിന്ന് ഇറങ്ങി. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് ട്രക്കിൻ്റെ മുകളിൽ വീണ്ടും ഒരു ട്രക്ക് വെച്ചാൽ ഒരു മാജിക്ക് വരും. ഓക്കെ, നമുക്കിനി ആ മിത്തും ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ ഒരു ട്രക്കിനെ സ്പോൺ ചെയ്യണം. ഈ ഗെയിമിൽ പിന്നെ 2 ട്രക്ക് ഉണ്ട്. ട്രെയിലർ ഉള്ള ട്രക്കും ഉണ്ട്, ട്രെയിലർ ഇല്ലാത്ത ട്രക്കും ഉണ്ട്. ഏതാ സ്പോൺ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ട്രെയിലർ ഇല്ലാത്ത ട്രക്ക് സ്പോൺ ചെയ്യാം. അതിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 1212 1212 ആണ് ട്രക്കിൻ്റെ ചീറ്റ് കോഡ്. അതെങ്ങനെ സ്പോൺ ചെയ്തു. ഇനി ഇതിൻ്റെ മേലെ വേറെ ഒരു ട്രക്ക് സ്പോൺ ചെയ്യുക, അന്നേരം ഒരു മാജിക്ക് സംഭവിക്കുന്ന പറയണേ. ഇവിടെ പക്ഷേ പ്രത്യേകിച്ച് മാജിക് ഒന്നും സംഭവിച്ചില്ല. ഒരു മിനിറ്റ്, ഇതാ മിത്തല്ലേ? ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഓർത്തേ. സംഭവം വേറൊന്നുമില്ല, നമുക്ക് ആ ട്രെയിലറുള്ള ട്രക്കാണ് വേണ്ടേ. 01212 അടിക്കുക, അന്നേരം ട്രെയിലറുള്ള ട്രക്ക് സ്പോണാവും. ഇനി നമുക്ക് ഇവിടെ നിൽക്കുക, ഈ ടയറിൻ്റെ അവിടെ നിൽക്കുക, എന്നിട്ട് വേറെ ഒരു ട്രക്ക് സ്പോൺ ചെയ്യുക. അന്നേരം ഇത് കണ്ടില്ലേ, ആ 2 ട്രക്കും അവിടെ നിന്ന് തെറിച്ച് പോയി. ഞാൻ പണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 കൊല്ലം മുന്നേ തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഓർത്തേ. എന്തുട്ടായാലും ഈ മിത്ത് വർക്കിങ്ങാ. നമുക്കിനി മൂന്നാമത്തെ മിത്ത് നോക്കാം. ഓട്ടോറിക്ഷ കൊണ്ട് ജമ്പ് ചെയ്താൽ നല്ല ഹൈറ്റിൽ ചാടും. അത് ശരി, നമുക്ക് ആ മിത്ത് ട്രൈ ചെയ്യാം. നമുക്കിനി ഒരു ട്രക്കിനെ സ്പോൺ ചെയ്യാം. ട്രക്കല്ല, ഓട്ടോ. 8370 അതാണ് ഓട്ടോയുടെ ചീറ്റ് കോഡ്. പിന്നെ സ്ലോ മോഷൻ്റെ ബട്ടണില്ലേ, അതമർത്ത, അന്നേരം വണ്ടി ചാടും. ആ മിത്തിൽ പറഞ്ഞത് കറക്റ്റാ. ഓട്ടോറിക്ഷ നല്ല ഹൈറ്റിൽ ചാടുന്നുണ്ട്. നേരെ മറിച്ച് സാധാ കാറാണെങ്കിൽ ഇത്രയും ഹൈറ്റിൽ ചാടില്ല. ഇതും ഏതായാലും നൈസായിട്ടുണ്ട്. ഈ മിത്തും വർക്കിങ്ങാ. നമുക്കിനി 4ാമത്തെ മിത്ത് നോക്കാം. ബ്രോ ആദ്യം ബോയ് 2 എടുത്തിട്ട് ഗോസ്റ്റ് റൈഡറിൽ നിന്ന് ഹെൽമെറ്റ് ഇട്ടാൽ ഒരു മാജിക്ക് നടക്കും. എന്തുട്ട് മനസ്സിലായില്ല. എന്നാലും ട്രൈ ചെയ്യാം. ആ മിത്തിൽ പറഞ്ഞ പോലെ ചെയ്യാം. നമുക്കപ്പോൾ ആദ്യം ബോയ് 2 സ്പോൺ ചെയ്യുക. അതെങ്ങനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഗോസ്റ്റ് റൈഡറിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് സ്പോൺ ചെയ്യാം. ആ ബൈക്ക് എങ്ങനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. 5555 ആണ് ചീറ്റ് കോഡ്. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? അതിൽ ഹെൽമെറ്റിൻ്റെ കാര്യം പറയണ്ടായിരുന്നു. ഹെൽമെറ്റ് ഇടണ. ഹെൽമെറ്റ് ഇട്ട ഒരു മാജിക്ക് സംഭവിക്കുന്നു പറയുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഹെൽമെറ്റ് ഇട്ടുണ്ട്. ബോയ് 2നെ സ്പോൺ ചെയ്തിട്ടുണ്ട്. എന്തൊട്ട് മാജിക്ക് എനിക്ക് മനസ്സിലായില്ല. എന്തോ മാജിക്ക് സംഭവിക്കുന്ന പറഞ്ഞേ. ആളിതവിടെ കത്തിക്കരിഞ്ഞു. ഗോസ്റ്റ് റൈഡർ ബൈക്ക് വെച്ച് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവർ കത്തിക്കരിയും. ഇതെന്താണോ സംഭവം? ഈ മിത്തിപ്പോൾ ഏതായാലും വർക്കിംഗ് അല്ല.
ഇനിയിപ്പോൾ നമുക്ക് അഞ്ചാമത്തെ മിത്ത് നോക്കാം. ഒരു ട്രക്ക് എടുക്കുക, എന്നിട്ട് കുറേ ദൂരം പോകണം. പിന്നീട് വന്ന് നോക്കിയാൽ ട്രക്ക് അവിടെ കാണില്ല. എന്ത് ഡീസ്പോൺ ആവോ? അപ്പോൾ കഴിഞ്ഞ മിത്തിൽ ആരോ കമൻറ്റ് ചെയ്തല്ലോ വണ്ടികൾ ഡീസ്പോൺ ആവില്ല എന്ന്. ഇതിൽ പറയണത് ട്രക്ക് ഡീസ്പോൺ ആവുന്ന. എന്തൊട്ടായാലും നമുക്ക് ആ മിത്ത് ട്രൈ ചെയ്യാം. നമുക്കാദ്യം ഒരു ട്രക്ക് സ്പോൺ ചെയ്യാം. അതെങ്ങനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കേ കുറച്ച് ദൂരം പോയിട്ട് വരാം. അന്നേരം ആ ട്രക്ക് അവിടെ ഉണ്ടോയെന്ന് നോക്കി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേക്കണത് വണ്ടികൾ ഡീസ്പോൺ ആവില്ല എന്നാ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്നേരം ഒരു വണ്ടി പോലും ഡീസ്പോൺ ആയില്ല. ഞാൻ പക്ഷേ സ്പോൺ ചെയ്ത വണ്ടികളെ പുതിയ വണ്ടികളായിരുന്നു. എനിക്ക് തോന്നണത് പഴയ വണ്ടികൾ ഡീസ്പോൺ ആവുന്ന. ചിലപ്പോൾ അങ്ങനെയാവും. ഓക്കെ, ഇവിടെ ഞാൻ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോവാം. അവിടെയാണ് ആ ട്രക്ക് സ്പോൺ ആക്കിയത്. ഓ, ആ മിത്തിൽ പറഞ്ഞത് കറക്റ്റാ. ആ ട്രക്ക് ഇവിടെ കാണാനില്ല ഏട്ടാ. എനിക്കപ്പോൾ തോന്നണതേ പഴയ വണ്ടികൾ ഡീസ്പോൺ ആവുന്ന, പുതിയ വണ്ടികൾ ഡീസ്പോൺ ആവില്ല. എന്നിട്ടായാലും ഈ മിത്ത് വർക്കിങ്ങാ. നമുക്കിനി ആറാമത്തെ മിത്ത് നോക്കാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആറാമത്തെ മിത്ത് നോക്കാം. ബ്രോ, അൺലിമിറ്റഡ് ഹെൽത്ത് അടിച്ച് സോംബിയുടെ മുമ്പിൽ നിന്നാൽ കൊല്ലും. ഓക്കെ, നമുക്കതും ട്രൈ ചെയ്യാം. ഇവിടെ ഞാൻ സോംബി മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചാലഞ്ചിൻ്റെ ഓപ്ഷനില്ലേ, അവിടെ പോയാൽ കാണാൻ പറ്റും. ഇനി അൺലിമിറ്റഡ് ഹെൽത്ത് എടുക്കുക. അതിൻ്റെ ചീറ്റ് കോഡ് എല്ലാവർക്കും അറിയാം, 9129. അതും അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മുമ്പിൽ ഒരു സോംബി നിൽക്കുന്നുണ്ട്. ഈ സോംബി അറ്റാക്ക് ചെയ്യുമ്പോൾ ഹെൽത്ത് പോവെന്ന് നോക്കാം. ഓ ഗൈസ്, ഇത് കണ്ടില്ലേ, ഹെൽത്ത് പോവുണ്ട് കേട്ടാ. കുറേശ്ശെ പോവുണ്ട്. ഇതെന്തത്, ഒരു ഉഷാറില്ലാത്ത സോംബിയാണല്ലോ. കുത്തിയിട്ടും ചാവണില്ല. എന്നിട്ടായാലും ഹെൽത്ത് പോവുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചാവും. ഈ മിത്ത് ഇപ്പോൾ ഏതായാലും വർക്കിങ്ങാ. നമുക്കിനി ഏഴാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ഏതെങ്കിലും ഒരു കാർ എടുക്കുക, എന്നിട്ട് അതിൽ കയറുക, എന്നിട്ട് റിവേഴ്സ് ബട്ടൺ ആൻഡ് ഫ്രണ്ട് ബട്ടൺ ഒരുമിച്ച് അമർത്തുക. അന്നേരം എന്തുണ്ടാവുക? മാജിക് സംഭവിക്കുമോ? എന്നിട്ടായാലും നോക്കി നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു കാർ സ്പോൺ ചെയ്യാം. ഏത് കാർ വേണമെങ്കിലും സ്പോൺ ചെയ്യാം. ഞാനിവിടെ മെക്ലാറിന് എടുത്തേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, ആ ആക്സിലേറ്ററും പിന്നെ റിവേഴ്സില്ലേ, അത് ഒരുമിച്ച് അമർത്താം. അന്നേരം ഒരു മാജിക് സംഭവിക്കുന്ന പറയണേ. ഇതെന്തത്, ബേൺ ഔട്ട് അടിക്കണോ? ഓ, ഇവിടെ ബേൺ ഔട്ട് അടിക്കാൻ കേട്ടാ. അതായിരിക്കും മാജിക്ക്. ഇതുണ്ടില്ലേ, ബേൺ ഔട്ടാ. വൈറ്റ് കളറിൽ സ്മോക്ക് പോകുന്നുണ്ട്. ഈ മിത്തിപ്പോൾ ഏതായാലും വർക്കിങ്ങാ. നമുക്കിനി എട്ടാമത്തെ മിത്ത് നോക്കാം. ഈ മിത്ത് ഇച്ചിരി വലുതാ. ബ്രോ, ബീച്ചിൽ പോയിട്ട് നമ്മുടെ ക്യാരക്ടറിന് നീന്താൻ പറ്റുന്ന സ്പേസിൽ ഏതെങ്കിലും ഒരു കാറ് സ്പോൺ ചെയ്തിട്ട് ക്യാരക്ടറിനെ വെള്ളത്തിൽ നീന്തിച്ചു ആ കാറിൻ്റെ അടുത്തേക്ക് പോയി കാറിൻ്റെ ഉള്ളിൽ കയറി കാർ ഓടിച്ച് കരയിലേക്ക് കയറ്റി കാറിൽ നിന്ന് ഇറങ്ങുക. അന്നേരം ഒരു മാജിക് സംഭവിക്കും. പ്ലീസ് ട്രൈ. സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പക്ഷെ ഇത് മുന്നേ ചെയ്തിട്ടുണ്ടാ. എനിക്ക് ചെയ്ത പോലെ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ പിന്നെ മിത്തിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടേ ഇപ്പോൾ 2 കൊല്ലാവാറായി. എന്തൊട്ടായാലും നമുക്കത് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ബീച്ചിൽ വന്നേക്കാ. നമുക്കിനി ഈ ഭാഗത്തായിട്ട് ഒരു കാർ സ്പോൺ ചെയ്യാം. ഏത് കാർ സ്പോൺ ചെയ്യുക? നമുക്ക് ഇന്നോവ സ്പോൺ ചെയ്യാം. 1207 ആണ് ചീറ്റ് കോഡ്. ഇനി നമുക്കേ വണ്ടിയിൽ കയറണം. നീന്തിയിട്ട് വേണം വണ്ടിയിൽ കയറാനായിട്ട്. എന്നാലേ ആ മാജിക്ക് സംഭവിക്കുള്ളൂ. ഇവിടെ പിന്നെ വണ്ടിയിൽ കയറുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയിൽ കയറാം, എന്നിട്ട് നേരെ കരയിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അന്നേരം നമ്മുടെ ക്യാരക്ടർ ദേണ്ടില്ലേ നാട് റോട്ടിൽ നീന്തും. ഈ മിത്ത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ തമ്പനയിൽ തന്നെ ഇതാവും. എൻ്റെ മെയിൻ ചാനലിലാവും ആ വീഡിയോ ഇട്ടുണ്ടാവുക. എന്നിട്ടായാലും ഈ മിത്ത് വർക്കിങ്ങാ. നമുക്കിനി 9ാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ആദ്യം മിസ്റ്റർ ബീസ്റ്റ് ആക്കുക, എന്നിട്ട് വീടിൻ്റെ അകത്ത് നിന്ന് ഡ്രോൺ ഓൺ ആക്കുക,
എന്നിട്ട് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഷൂവിൻ്റെ അടിയിൽ നോക്കിയാൽ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ലോഗോ കാണാം. മസ്റ്റ് ട്രൈ. ഓ, ഇതൊരു വെറൈറ്റി മിത്താണല്ലോ. എന്നിട്ടാലും ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ മിസ്റ്റർ ബീസ്റ്റിനെ എടുത്തേക്കാം. ഇതാ മറ്റേ പ്ലഗിൻ ആപ്പിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ഡ്രോൺ ഓണാക്കുക. ഡ്രോൺ ഓണാക്കിയിട്ട് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഷൂ ഇല്ലേ, അതിൻ്റെ അടിയിലേക്ക് പോവുക. അന്നേരം മിസ്റ്റർ ബീസ്റ്റിൻ്റെ ലോഗോ കാണാൻ പറ്റുമെന്നാണ് പറയണേ. നമുക്കപ്പോൾ ഷൂവിൻ്റെ അടിയിലേക്ക് പോവാം. അടിയിൽ പോകാൻ പറ്റില്ലേ? അടിയിലേക്ക് പോകാനൊക്കെ പറ്റും. ഒരു മിനിറ്റ്, എനിക്കവിടെ ഒരു ലോഗോ കാണാനുണ്ട്. ഓ ഗൈസ്, ഇത് കണ്ടില്ലേ? ഇതാ മറ്റേ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ലോഗോയാ. ബ്രോ അത് എങ്ങനെയാണോ കണ്ടുപിടിച്ചേ? എന്നിട്ടായാലും ഈ മിത്ത് വർക്കിങ്ങാ. നമുക്കിനി അവസാനത്തെ മിത്ത് നോക്കാം. ബ്രോ, സൂപ്പർമാനെ എടുത്ത് സ്മോൾ എന്ന് ടൈപ്പ് ചെയ്യൂ. സൂപ്പർമാനെ ചെറുതാക്കുക. അതിനുശേഷം ആകാശത്തേക്ക് പോയി സ്കൈഫാൾ ചീറ്റ് കോഡ് അടിക്കുക. മാജിക് കാണാം. പ്ലീസ് ട്രൈ. സ്കൈഫാളും ഉദ്ദേശിച്ചുണ്ടാവുക. എന്നിട്ടായാലും മിത്ത് ട്രൈ ചെയ്യാം. നമുക്കാദ്യം സൂപ്പർമാനായിട്ട് മാറണം. സൂപ്പർമാൻ്റെ ചീറ്റ് കോഡ് PM11. ഇതിന് പിന്നെ പ്ലഗിൻ ആപ്പിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് അടിച്ചാൽ മതി. ഇനി ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. അന്നേരം നമ്മൾ സൂപ്പർമാനായിട്ട് മാറും. ഇനി സൂപ്പർമാൻ്റെ സൈസ് ചെറുതാക്കണം കേട്ടാ. അതിനായിട്ട് RGS ടൂളിലെ സ്മോൾ പ്ലെയർ എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം നമ്മുടെ ക്യാരക്ടർ ചെറുതാവും. ഇതേണ്ടില്ലേ, സൂപ്പർമാൻ ചെറുതായി. ഇനിയിപ്പോൾ നമുക്ക് ആകാശത്തേക്ക് പോവാം. ആകാശത്തേക്ക് പോയിട്ട് സ്കൈഫാളിൻ്റെ ചീറ്റ് കോഡില്ലേ, അതമർത്ത. അന്നേരം ഒരു മാജിക് സംഭവിക്കുന്ന പറയണേ. നമുക്ക് ഇത്ര ഹൈറ്റിൽ വന്നാൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് സ്കൈഫാൾ ആക്ടിവേറ്റ് ചെയ്യാം. 1120 ആണ് ചീറ്റ് കോഡ്. ഓ, ഇവിടെ എന്തോ സംഭവിച്ചുട്ടാ. എന്തുണ്ടായേ? ഓ, മനസ്സിലായി. നമ്മൾ കുറച്ചുകൂടിയും ഹൈറ്റിൽ കയറി. ഇതുണ്ടില്ലേ, സിറ്റി മൊത്തത്തിൽ റെൻഡർ ആവണില്ല. നേരത്തെ ഞാൻ വന്നപ്പോൾ സിറ്റി മൊത്തം റെൻഡർ ആയിണ്ടായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റിൽ കയറി. അതെ, നമുക്കൊന്നുകൂടെ അടിച്ചു നോക്കാം. ഓ, ഇത് കണ്ടില്ലേ, നമ്മൾ വീണ്ടും ഹൈറ്റിൽ കയറിയേക്ക. നമുക്കിപ്പോൾ സിറ്റി തന്നെ കാണാനില്ല. സിറ്റി റെൻഡർ ആയില്ല. അത്രയ്ക്കും ഹൈറ്റിൽ നമ്മൾ കയറി. ഈ മിത്തും ഏതായാലും വർക്കിങ്ങാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.